ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇന്ന് ഞാൻ
യേശുക്രിസ്തുവിൻ്റെ ഇടയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 18-19 വാക്യങ്ങൾ വായിക്കാം. ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 18-19 വാക്യങ്ങൾ. നിങ്ങൾ ഇന്നു തൊട്ട് മുമ്പോട്ട് ദൃഷ്ടിവെക്കുവിൻ. 9-ാം മാസം 24-ാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടിവെക്കുവിൻ. വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇതാണ് കർത്താവ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന സന്ദേശം. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇതുവരെ എങ്ങനെയാണെന്ന് നമ്മൾ സാരമില്ല. ഇതുവരെ പാവപങ്കിലമായ ജീവിതമായിരിക്കാം. ഇതുവരെ ആകുലതയോടെ ആകുലാധികളോടെ വലഞ്ഞുപോയ ജീവിതമായിരിക്കാം. ഇതുവരെ പലതരത്തിലുള്ളതായ പ്രതിസന്ധികളും പ്രശ്നങ്ങളുള്ള ജീവിതമായിരിക്കാം. ഇതുവരെ പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട ജീവിതമായിരിക്കാം. പരസ്പര സ്നേഹം നഷ്ടപ്പെട്ട ജീവിതമായിരിക്കാം. പലതരത്തിൽ കളങ്കം പറ്റിയ ജീവിതമായിരിക്കാം. കേടുപറ്റിയ ജീവിതമായിരിക്കാം. രോഗഗ്രസ്തമായ ജീവിതമായിരിക്കാം. പക്ഷേ കർത്താവ് പറയുന്നു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വാക്യം സൂക്ഷിച്ചു വെച്ചുകൊണ്ട് പോവുക. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവ് പറയുന്നു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ആ വാക്യം തുടങ്ങുന്നത് ഒന്നുകൂടെ നമുക്ക് കേൾക്കാം. വാക്യം തുടങ്ങുന്നത്, വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? ഈ ഫലവൃക്ഷങ്ങളൊന്നും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇപ്പോഴത്തെ അനുഭവം പറഞ്ഞാൽ ഫലവൃക്ഷങ്ങൾ കായ്ക്കുന്നില്ല, മുന്തിരിവള്ളി കായ്ക്കുന്നില്ല, അത്തി പ്രയോജനം തരുന്നില്ല, ഒലിവൃക്ഷത്തിൽ നിന്ന് ഒലിവെണ്ണ കിട്ടുന്നില്ല, മാതളം കായ്ക്കുന്നില്ല, പൂക്കുന്നില്ല, മാതളപ്പഴം കിട്ടുന്നില്ല. എന്നാൽ ഇന്നത്തെ അനുഭവം അതാണ്. ഇന്നു മുതൽ മുന്നോട്ട് നിങ്ങൾ ദൃഷ്ടി വയ്ക്കുവിൻ. ഇന്നു മുതൽ മുന്നോട്ട് ദൃഷ്ടി വയ്ക്കുവിൻ. അത് തുടങ്ങുന്നത് അങ്ങനെയാണ്. 18-ാം വാക്യം, നിങ്ങൾ ഇന്നു തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വയ്ക്കുവിൻ. ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വയ്ക്കുവിൻ. ഇനി മുന്നോട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇന്ന് തൊട്ട് മുന്നോട്ടുള്ള ദൃഷ്ടി വയ്ക്കുവിൻ. എന്ത്? ഇന്നു മുതൽ മുന്നോട്ട് ദൃഷ്ടി വയ്ക്കുമ്പോൾ പറയുന്നു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇതുവരെ ഫലം കായ്ച്ചില്ല, ഇതുവരെ നല്ല ഫലം പുറപ്പെടുവിച്ചില്ല. എല്ലാം ഉണ്ട്, പക്ഷേ നല്ല ഫലം കായ്ക്കാൻ പറ്റിയില്ല. അത് തന്നെയല്ല, വിത്ത് കളപ്പുരയിൽ കിടക്കുന്നു. കളപ്പുരയിൽ കിടന്ന പോരല്ലോ, വിത്തുണ്ട്. നല്ല പുരാതന കാലം മുതലേ പരിശുദ്ധന്മാരായ പിതാക്കന്മാർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിത്തുകളുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ പ്രമ്യൂനുകളിൽ, നമ്മുടെ സത്തറാകളിൽ, നമ്മുടെ കുക്കുലിയോൻ ഗീതങ്ങളിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ കൂദാശകളിൽ എല്ലാം വിലയേറിയ വിത്തുണ്ട്. നല്ല ഇനം വിത്തുണ്ട്. പക്ഷേ കളപ്പുരയിൽ കിടക്കുന്നേ ഉള്ളൂ, വിത്ത് വാരി എറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. വിത്ത് വാരി എറിയേണ്ടതാണ്. വിത്ത് കളപ്പുരയിൽ കിടക്കുന്നു, വിത്ത് വത്താഴത്തിൽ കിടക്കുന്നു. ആ വിത്ത് അവിടെ നിന്നെടുത്ത് നാം വിതയ്ക്കേണ്ടിയിരിക്കുന്നു. വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? പിന്നെ വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? കായ്ക്കുന്നില്ലല്ലോ. വിത്ത് കളപ്പുരയിൽ കിടക്കുന്നേ ഉള്ളൂ. വിത്തെടുത്ത് അത് ഉപയോഗിച്ചിട്ടില്ല, അത് വിതച്ചിട്ടില്ല. ഉണ്ട്, സ്വത്തുണ്ടെന്നാണ് പറയുന്നത്. സ്വത്തുണ്ട്, ശരിയാണ്. ഞാൻ കുറച്ച് കാലം മുമ്പ് മുതൽ കുറച്ച് സുറിയാനിയൊക്കെ കുറച്ച് പഠിച്ചു. എൻ്റെ കൊച്ചപ്പൻ ഞങ്ങളുടെ പള്ളിയിൽ വികാരിയായിരുന്നപ്പോൾ കൊച്ചപ്പൻ്റെ അടുത്ത് ചെന്ന് സുറിയാനി കുറെ പഠിച്ചു. സുറിയാനി പഠിച്ചു. അതോടുകൂടി ഗീതങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായി, വലിയ കാര്യമായി. സുറിയാനിയിലും മലയാളത്തിലും ഗീതങ്ങളൊക്കെ പാടാൻ പഠിച്ചു. അപ്പം ഞാൻ ഓർക്കുന്നു, ഞാൻ ഓരോ ഗീതങ്ങളും പാടുമ്പോഴെല്ലാം അതിൻ്റെ അന്തസത്തയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തത്, സ്വത്തുണ്ട്, വിലപ്പെട്ട സ്വത്തുണ്ട്, പക്ഷേ ഈ സ്വത്തൊന്നും എടുത്ത് ഉപയോഗിക്കുന്നില്ല. വിലയേറിയ അനുഗ്രഹീതമായ ആശയ പെരുമകൾ പിതാക്കന്മാർ നമുക്ക് തന്നിട്ടുണ്ട്. പൂർവ്വപിതാക്കന്മാർ തന്നിട്ടുള്ളതായ ആശയം എന്ത് എന്ന് അറിയാൻ അതിനുള്ള സംവിധാനമില്ലെന്നേ ഉള്ളൂ. അതാരെയും അറിയിക്കുന്നില്ലെന്നേ ഉള്ളൂ. അറിയിക്കാത്തത് എന്തുകൊണ്ടാണ്? അറിയാവുന്നൊരു ചുരുക്കമാണ്. അതാണ് കാരണം. അറിയാവുന്നൊരു ചുരുക്കമാണ്. എനിക്ക് അറിവുണ്ടെങ്കിലല്ലേ അറിയിക്കാൻ പറ്റൂ. ഇന്ന് അറിയിക്കാനുള്ള സംവിധാനങ്ങളില്ല. പൂർവീകമായ പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ ആധിക്യത്തിലേക്കും അതിൻ്റെ അത്യന്ത ധനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഇന്ന് കഴിയാതെ പോകുന്നു. അതാണ് നമുക്ക് വേണ്ടതാണ്. എന്താണ് നമ്മുടെ വലിയ സ്വത്ത്? സ്തുതിയാണ്. സ്തുതി വലിയ സമ്പത്താണ്. മാർ പീലൂസ് ബാബയുടെ ഒരു പ്രാർത്ഥനയുണ്ട് പഴയ നമസ്കാരത്തിൽ. ഞാനത് വായിച്ച് അമ്പരന്ന് പോയി. എല്ലാം ഇങ്ങനെ സ്തുതിയാണ്. ഈ ഭൂമിയിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും എണ്ണത്തിനൊത്തോണം ദൈവമേ നിനക്ക് സ്തുതി. വൃക്ഷങ്ങളുടെ കൊമ്പുകൾക്കൊത്തോണം നിനക്ക് സ്തുതി.
എണ്ണമില്ലാത്ത ഇലകൾക്കൊത്തോണം നിനക്ക് സ്തുതി. നിനക്ക് 1000 10,000 സ്തോത്രം സ്തുതി ഞാൻ അർപ്പിക്കുന്നു. അനേകം പേജുകൾ എഴുതിയിരിക്കുന്ന സ്തുതിയുടെ ഒരു പ്രാർത്ഥന. ഇതൊക്കെ വായിക്കുമ്പോഴാണ് മനസ്സിലായത് സ്തുതി സമ്പത്താണ്, സ്വത്താണ്. എന്തിനാണ് മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ശമ്മാശന്മാരെയും നിയമിച്ചത്? നിങ്ങൾക്കറിയാമോ? മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ശമ്മാശന്മാരെയും ഭൂമിയിൽ ഏർപ്പാടാക്കിയത് മനുഷ്യരെ, സഭയുടെ മക്കളെ സ്തുതി അണിയിക്കാനാണ്, സ്തുതിയുടെ മേലാട് ധരിപ്പിക്കാനാണ്. ഒന്ന് പാടാമോ നിങ്ങൾക്ക്? മേൽപ്പട്ടക്കാർ പട്ടക്കാരോടു ശമ്മാശന്മാർ ഏർപ്പാടാക്കി കർത്താവിവരെ ഭൂമിയതിങ്കൽ അണിയിച്ചാരിവരനിശം തന്നോട് സഭയെ ഇവിടെ അനവരതം ചെയ്തേറ്റി വസിക്കും സ്തുതികളതായേ. അനവരതം നിരന്തരം സ്തുതിക്കുവാൻ അഭ്യസിപ്പിക്കുന്നതിന് അതിനുവേണ്ടി മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ശമ്മാശന്മാരെയും നിയമിച്ചത്. ഇത് പാടുന്നുണ്ട്, പക്ഷേ ആരറിയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ആരറിയുന്നു? ഇന്ന് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ ക്യാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്ക്നെസ്. ഇരുളിനെ ശപിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇരുളുണ്ട്, ശരിയാണ്. മുറി ആകെ ഇരുട്ടാണ്. അയ്യോ ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ലല്ലോ, ഈ മുറിക്കകത്ത് കിടക്കാൻ പറ്റുന്നില്ലല്ലോ, അവിടെ കസേരയിൽ തട്ടുന്നു, അയ്യോ ഇതെന്ത് ശല്യം പിടിച്ച ഇരുട്ടാണ്. ഇങ്ങോട്ട് മറിയപ്പോൾ താണ്ട് ഇവിടെ മേശ കിടക്കുന്നു, മേശയിൽ തട്ടുന്നു, ഇരുട്ടാണ്, മുട്ടുന്നു. അങ്ങോട്ട് മാറിയപ്പോഴേക്കും കതകിൽ മുട്ടി നെറ്റി പൊട്ടുന്നു, ആ താഴെ വീഴുന്നു, ശവിക്കുകയാണ്. എന്തൊരു നാശം പിടിച്ച മുറി. പക്ഷേ അവിടെ ശവിക്കണതിന് പകരം ഒരു ചെറു തിരി കത്തിച്ചുകൊണ്ട് ചെന്നാൽ മതി. അവിടെ എല്ലാറ്റിനും ഇടയ്ക്ക് പഴുതുണ്ട്, പോകാൻ പഴുതുണ്ട്, ഒരു ചെറുതി. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഒരു ചെറുതിരി കത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കൂട്ടായ്മ ചെയ്യുന്നത് അതാണ്, വേറൊന്നുമല്ല. നമ്മളെക്കൊണ്ട് ഈ ഇരുൾ മുഴുവൻ മാറ്റാൻ കഴിവില്ല. ഒരു ചെറിയ തിരി കത്തിക്കാൻ സാധിക്കും. ചെറിയ തിരി നാം ഓരോരുത്തരും ഒരു ചെറുതിരിയായിട്ട് കത്തി നിൽക്കുക, ഓരോരുത്തരും ഒരു ചെറിയ ദീപമായിട്ട് കത്തി നിൽക്കുക. അങ്ങനെ നാം ഈ തിരിയുടെ അനേകം തിരികൾ ശോഭിച്ചു വരുമ്പോഴേക്കും പ്രകാശം പരക്കും. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ വെളിവുണ്ടാകും, സമൂഹത്തിൽ വചനത്തിൻ്റെ പ്രകാശം പരക്കും. സമൂഹത്തിൽ ദൈവപക്ഷത്തേക്ക് അനേകർ തിരിയാൻ ഇടയാകിത്തീരും. അവിടെ മതമത്സരങ്ങളില്ല, അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. സ്നേഹമാണ്, സ്നേഹം മാത്രം. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ അനുഗ്രഹം. ഇതിന് മുൻപുള്ളതായ കാലങ്ങൾ അനുഗ്രഹത്തിൻ്റെ കാലങ്ങളല്ലായിരുന്നു. മുമ്പുള്ളതായ കാലങ്ങൾ നാശത്തിൻ്റെ കാലങ്ങളായിരുന്നു. ഗഹായി പ്രവചനം വായിക്കുമ്പോൾ കാണാം, ദേവാലയം ഇടിഞ്ഞു പൊളിച്ച് കിടക്കുകയാണ്. ദേവാലയം പണിയുന്നില്ല, എല്ലാം തകർന്നു പോയി കിടക്കുകയാണ്. ദേവാലയത്തിൻ്റെ മതിലെല്ലാം ഇടിഞ്ഞുപോയി, മതിലെല്ലാം തകർത്ത് കളഞ്ഞു. ബാബിലോണിയൻ ചക്രവർത്തിയായ നെബൂഖദ്നേസർ വന്ന് യെരൂശലേമിലെ ദേവാലയത്തിൻ്റെ മതിലെല്ലാം തകർത്ത് കളഞ്ഞു. നെബൂഖദ്നേസർ വന്ന് യെരൂശലേം ദേവാലയത്തിൻ്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു. ജാതീയ ചക്രവർത്തിയായ നെബൂഖദ്നേസർ വന്ന് ദൈവമക്കൾ പണിതിരുന്ന, ശലോമോൻ പണിതിരുന്ന ദേവാലയത്തിലെ അതിലെ എല്ലാ ബലിപീഠങ്ങളും ഇടിച്ചു കളഞ്ഞിട്ട് അവിടെ വിശുദ്ധ വസ്തുക്കൾ പകരാൻ വെച്ചിരുന്നതായ വിശുദ്ധ പാത്രങ്ങൾ ബാബിലോണിയയിലേക്ക് അപഹരിച്ചു കൊണ്ടുപോയി. ഇന്നെല്ലാം കൈവശം വന്നിരിക്കുകയാണ്. സ്വത്തുണ്ടായിരുന്നു, എല്ലാം കൈവശം വന്നു. ദുഷ്ടചക്രവർത്തിയായ നെബൂഖദ്നേസർ വന്നതുപോലെ പൈശാചികൻ അഥവാ എതിർ ക്രിസ്തു, ആൻറ്റി ക്രൈസ്റ്റ്, അന്തിക്രിസ്തു വന്ന് ദൈവമക്കളുടെ വിശുദ്ധി അപഹരിച്ചുകൊണ്ട് പോയിരിക്കുന്നു. ദൈവമക്കളുടെ സ്നേഹം അപഹരിച്ചുകൊണ്ട് പോയിരിക്കുന്നു. ദൈവമക്കളുടെ ഐക്യം അപഹരിച്ചുകൊണ്ട് പോയിരിക്കുന്നു. എവിടെയും ഭിന്നതകളും രൂക്ഷമായ വിമർശനങ്ങളും തന്നെ. പ്രിയപ്പെട്ടവരെ, എന്നാൽ കേൾക്കൂ, അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയ ദേവാലയം അതൊക്കെ പുതുക്കി പണിയാൻ ഹഗ്ഗായി പ്രവചനത്തിൽ കൂടി ജനത്തെ ഉപദേശിച്ചു. നിങ്ങൾ അലസരായിരിക്കരുത്, നിങ്ങൾ ഈ ആലയം പണിയണം. ഇടിഞ്ഞു പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കരുത്, ആലയം പണിയണം. ഏതാണ് ഈ ആലയം? ഈ ആലയം കൊരിന്ത്യർ ലേഖനം 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്ന നാം ഓരോരുത്തരുമാണ് ആലയം. വായിക്കാം 3:16. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങളാണ് ദൈവത്തിന്റെ പള്ളി, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നെന്ന് അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം അശുദ്ധമാക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. ശരിയായ തർജ്ജമ അങ്ങനെയാണ് വേണ്ടത്. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ മന്ദിരം അശുദ്ധമാക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. ഐ വിൽ ഡിസ്ട്രോയ് ഹിം ദാറ്റ് ഡിഫൈലeth മൈ ടെമ്പിൾ. എൻ്റെ ആലയം അശുദ്ധമാക്കുന്നതിനെ ഞാൻ നശിപ്പിക്കും. ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമല്ലോ. വിശുദ്ധമായ ആലയം ഈ നാം ഓരോരുത്തരുമാണ്. ഈ ആലയം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു. നെബൂഖദ്നേസർ രാജാവ് വന്ന് യെരൂശലേമിലെ ദേവാലയം ഇടിച്ചു കളഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ളതായ ദൈവാലയം ഇടിച്ചു കളഞ്ഞു. ഇന്ന് യാഗപീഠമില്ല, യാഗമില്ല, ഇന്ന് സ്തുതിയില്ല.
യാഗപീഠത്തിൽ നിന്ന് സുഗന്ധം ഉയരുന്നില്ല. ഇന്ന് നമ്മിൽ നിന്ന് സ്തുതി ഉയരുന്നില്ല. നമ്മിൽ നിന്ന് സന്തോഷത്തിൻ്റെ ധ്വനി ഉയരുന്നില്ല. സമാധാനമില്ല. ഇന്ന് ഈ ആലയം ശൂന്യമായി കിടക്കുകയാണ്. എൻ്റെ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർക്കാൻ കാലമായോ എന്ന് ഹഗായി ചോദിക്കുന്നുണ്ട്. എൻ്റെ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർക്കാൻ കാലമായോ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം തകർന്നു കിടക്കുന്നു. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ഒരു തീരുമാനമെടുക്കാം. കർത്താവേ, ഈ ശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്നതായ ഈ ഹൃദയം, കർത്താവേ, എൻ്റെ ഈ ആളത്വം, ഇത് നിൻ്റെ ആലയമായി ഞാനിതാ വീണ്ടും സമർപ്പിക്കുന്നു, പുനഃപ്രതിഷ്ഠ ചെയ്യുന്നു. നാം അതാണ് ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് ചെയ്യുന്നത്. വേറൊന്നുമില്ല. ഈ ആലയം അശുദ്ധമാകാൻ പാടില്ല. എൻ്റെ ഈ കൈകൾ അശുദ്ധി ചെയ്യാൻ പാടില്ല. അരുതാത്ത ചെയ്യാൻ പാടില്ല. അരുതാത്ത എഴുതാൻ പാടില്ല. എൻ്റെ ഈ കണ്ണ് അശുദ്ധി കണ്ട് രസിക്കാൻ പാടില്ല. എൻ്റെ നാവ് അശുദ്ധമായ വാക്കുകൾ പറയാൻ പാടില്ല. എൻ്റെ ഓരോ അവയവങ്ങളും ഞാൻ സൂക്ഷിക്കേണ്ടതാണ്. കാരണം ഇത് ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ പള്ളിയാണ്, ദൈവത്തിൻ്റെ ആലയമാണ് എൻ്റെ ഈ ശരീരം. ഈ ശരീരം അശുദ്ധമാക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. കാരണം ദൈവത്തിനത് വേദനാകരമാണ്. ദൈവം വിശുദ്ധനാണ്. മഹാപരിശുദ്ധനായ ദൈവത്തിന് ഈ ആലയം അശുദ്ധമായാൽ ദൈവത്തിന് വേദനയായിരിക്കും. അതുകൊണ്ട് ദൈവം വേദനയോടെ ഇറങ്ങിപ്പോകേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് ഒരു പുതിയ പ്രതിഷ്ഠ എടുത്താൽ ഇന്നു മുതൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ അനുഗ്രഹം തുടങ്ങാൻ പോവുകയാണ്. എന്താണ് വേണ്ടത്? ഒറ്റയ്ക്കൊരു കാര്യം മാത്രം മതി. കർത്താവേ, ഈ ആലയം എന്ന് ഞാൻ പരിശുദ്ധമായി സൂക്ഷിച്ചു കൊള്ളാം. എനിക്ക് നീ പണിത് തന്ന ഈ ആലയം, എൻ്റെ ഈ ശരീരം, എൻ്റെ ഈ ഹൃദയം, നാഥ, ഇത് എക്കാലത്തേക്കും വിശുദ്ധമായി ഞാൻ സൂക്ഷിച്ചു കൊള്ളാം. അരുതാത്തതിന് ഇനി എൻ്റെ കണ്ണ് പോവുകയില്ല, എൻ്റെ കാല് പോവുകയില്ല, എൻ്റെ നാവ് പോവുകയില്ല, എൻ്റെ ശബ്ദം പോവുകയില്ല, എൻ്റെ യാതൊരു വാക്കും പോവുകയില്ല, എൻ്റെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുകയില്ല. അരുതാത്തതെല്ലാം ഞാനിതാ ഉപേക്ഷിക്കുന്നു. ഈ ഒരു തീരുമാനം എടുക്കുമ്പോൾ അപ്പോൾ ക്രിസ്തു വീണ്ടും വന്ന് ഈ ആലയത്തിൽ അവിടുന്ന് വസിക്കുകയും ഈ ആലയത്തെ വീണ്ടും ശോഭനമാക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തോട് പറയണം, കർത്താവേ, ഇപ്പോൾ നീ നിൻ്റെ ആലയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഈ ആലയം പുതുക്കി പണിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ഈ ആലയം, നാഥ, നിൻ്റെ ആലയം അത് അശുദ്ധമായി കിടക്കുന്നു, അത് തെറ്റുകൾ സംഭവിച്ചു പോയിരിക്കുന്നു. ഞാനിതാ എല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു. എനിക്കൊരു പുതിയ ജീവിതം തരണമേ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ശരീരത്തിൽ രോഗം പോലും മാറിപ്പോകും. രോഗത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നില്ല. ചികിത്സിച്ചുള്ളൂ, പക്ഷേ നിങ്ങളതിന് പ്രാർത്ഥിക്കണമെന്നില്ല. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ വകയായിത്തീരുമ്പോൾ ദൈവത്തിൻ്റെ വകയായി ദൈവത്തിൻ്റെ സ്വത്തായ ഈ ആലയത്തിൽ എന്തെല്ലാം വേണ്ടതെന്ന് ദൈവത്തിനറിയാം. നിങ്ങളുടെ കടത്തെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ടി വരികയില്ല. സത്യമാണ് പ്രിയരെ, ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഇന്ന് നിങ്ങൾ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവത്തോടൊരു വാക്ക് പറയുമെങ്കിൽ, കർത്താവേ, ഇനിമേൽ ഈ ആലയം ഞാൻ അശുദ്ധമാക്കുകയില്ല, ഇനിമേൽ എൻ്റെ ശരീരം അശുദ്ധമാക്കുകയില്ല, ഇനിമേൽ എൻ്റെ ഹൃദയം ഞാൻ അശുദ്ധമാക്കുകയില്ല, ഇനിമേൽ തിന്മ എന്നിൽ വരികയില്ല, മനസ്സറിഞ്ഞൊരു പാവം എൻ്റെ ജീവിതത്തിൽ വരികയില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ കർത്താവിൻ്റെ മകനായിത്തീരും, കർത്താവിൻ്റെ മകളായിത്തീരും. കർത്താവിൻ്റെ മകളുമായി തീർന്നു കഴിഞ്ഞാൽ മകൻ്റെ കാര്യം അപ്പൻ നോക്കും, മകൻ്റെ വിവാഹകാര്യം അപ്പൻ നോക്കും, മകൻ്റെ പരീക്ഷയുടെ പാസ്സാകുന്ന കാര്യങ്ങൾ ദൈവം നോക്കും, മകൻ്റെ മക്കളുണ്ടാകുന്ന കാര്യം ദൈവം നോക്കും, മകൻ്റെ കടത്തിൻ്റെ കാര്യം കർത്താവ് നോക്കും, മകൻ്റെ രോഗത്തിൻ്റെ കാര്യം കർത്താവ് നോക്കും. കാരണം മകനായി മകളായി. ദൈവത്തിന് സ്തോത്രം. ആദ്യമായി വേണ്ടത് മകനും മകളുമായി തീരുക എന്നുള്ളതാണ്. ആലയം ശുദ്ധമായി ഉള്ളതാണ്. ഈ ആലയം ശുദ്ധമായി തീരണം. വ്യക്തമാണ് ഞാൻ പറഞ്ഞ കാര്യം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളുടെ ജീവിതം ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം കർത്താവ് ഏറ്റെടുക്കും. വ്യക്തമാണ് അക്കാര്യം. നിങ്ങളുടെ മക്കളുടെ കാര്യം കർത്താവ് ഏറ്റെടുക്കും. അവരുടെ ഭാവി കാര്യങ്ങൾ കർത്താവ് ഏറ്റെടുക്കും. അവരുടെ പഠന കാര്യങ്ങൾ കർത്താവ് ഏറ്റെടുക്കും. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ വിട്ടുകൊടുത്തു നോക്കൂ. യേശുവിനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു നോക്കൂ. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഏറ്റവും നിരാശനായിരുന്ന മനുഷ്യനായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ചിലർക്കെല്ലാം അറിയാമല്ലോ. എനിക്ക് ഒരു വയസ്സിൽ എൻ്റെ അപ്പൻ മരിച്ചുപോയി. ഞാൻ ഒരു വിധത്തിൽ അനാഥനെ പോലെയാണ് കഴിഞ്ഞത്. എൻ്റെ പാവപ്പെട്ട അമ്മ 30-ാമത്തെ വയസ്സിൽ വിധവയായി തീർന്ന എൻ്റെ അമ്മ കരഞ്ഞ് തളർന്നു പോയിരുന്നു. അമ്മയുണ്ട്, ഞാനുമുണ്ട്, എൻ്റെ പെങ്ങളുമുണ്ട്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, 3 പേരേ ഉള്ളൂ. ആ കുഗ്രാമത്തിൽ ഞങ്ങൾ 3 പേര് മാത്രം. പ്രിയപ്പെട്ടവരെ, എന്നും വൈകുന്നേരം വാതിലും ജനലും അടച്ചെല്ലാം കുറ്റിയിടും. പുറത്ത് വല്ല നായോ അല്ലെങ്കിൽ പൂച്ചയോ മറ്റോ ഓടി നടക്കുന്ന ഏതെങ്കിലും കരിയിലിറങ്ങുന്ന ശബ്ദം കേട്ടാൽ ഞെട്ടിപ്പോകും. എന്താണോ, ആരോ വരുന്നു, എന്തോ വരുന്നു, ഒരു പേടിയാണ്, ആകെ ഒരു പേടിയാണ്. 33-ാമത്തെ വയസ്സിൽ അപ്പം മരിച്ചത് അത് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് മുതലേ അമ്മയ്ക്ക് എന്നും പേടിയാണ്, പേടി, മുഴുവൻ പേടി. എന്തോ സംഭവിക്കാൻ പോകുന്നു, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ജീവനുള്ള ദൈവം നിരാശയിൽ കുമിഞ്ഞുപോയി എൻ്റെ ജീവിതത്തിലേക്ക് കരുണയുള്ള കർത്താവ് എഴുന്നള്ളി വന്നു. ഞാൻ ദൈവത്തിന് വചനം കേട്ടു. അനുഗ്രഹീതനായ ദേവദാസൻ വന്ന് വചനം പ്രസംഗിക്കുകയായിരുന്നു.
ഞാൻ നിരാശനായിരിക്കുകയായിരുന്നു. എൻ്റെ ജീവിതം തകർന്നു പോയിരുന്നു. ഞാൻ മ്ലാനോദനായിരിക്കുകയായിരുന്നു. ഞാൻ വാടിയ മുഖത്തോട്ടിരിക്കുകയായിരുന്നു. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമോ? അപകർഷതാബോധം കൊണ്ട് ഞാൻ അങ്ങ് മെലിഞ്ഞു പോയനായിരുന്നു, തകർന്നു പോയനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അന്ന് ദൈവത്തിന് വചനം കേട്ടപ്പോൾ എൻ്റെ ഹൃദയം തുറന്നു, എൻ്റെ ഉള്ളു തുറന്നു. കർത്താവ് എൻ്റെ ഹൃദയത്തിൻ്റെ പൂട്ട് തുറന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അധികാരത്തോടെ ഈ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നു. ഞാൻ വിളിച്ചില്ല, ഞാൻ കർത്താവേ നീ വരണമേ എന്ന് പറഞ്ഞില്ല. കാരണം ഞാൻ ആവശ്യക്കാരനായിരുന്നില്ല. കാരണം എനിക്ക് പാവം എന്നുള്ളതായിട്ട് എനിക്ക് ബോധ്യമുണ്ടായിരുന്നില്ല. അറിയപ്പെട്ട പാവങ്ങളിലൊന്നും കുടുങ്ങിയിട്ടില്ല, അരുതാത്ത കൂട്ടുകെട്ടിനൊന്നും പോയിട്ടില്ല. ആ ചെറുപ്രായത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിച്ചെന്ന് പുറമേ പറയത്തക്കൊണ്ട് ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും പ്രിയങ്കരനായി കണ്ണിലുണ്ണിയായി ഞാൻ വളർന്നു വരികയായിരുന്നു. നാട്ടുകാർക്കെല്ലാം എന്നെ പ്രിയമായിരുന്നു. അപ്പം ഇല്ലാത്തൊരു മോൻ എന്നുള്ളതുകൊണ്ട് ഒരു വാത്സല്യം പ്രത്യേകിച്ചുണ്ടായിരുന്നു. അവിടെയുള്ള ഹൈന്ദവ സ്നേഹിതരും അപ്പുറത്തുള്ള മുസ്ലിം സഹോദരന്മാരും അവരെല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിൽ വരികയും ഞങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുകയൊക്കെ ചെയ്തിരുന്നു. പാടത്തുനിന്ന് കൃഷി ഉണ്ടായിരുന്നു. കൃഷിപ്പാടത്ത് ഞാൻ ചെല്ലുമ്പോഴെല്ലാം വളരെ വാത്സല്യത്തോടെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ ഓർക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ എൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു കടന്നു വരാൻ കർത്താവിന് തിരുമനസ്സായി. അവിടെ നിൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അന്നു മുതൽ അനുഗ്രഹം തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, അനുഗ്രഹം തുടങ്ങി. ഞാൻ ആവശ്യപ്പെടാതെ യേശു ഇങ്ങോട്ട് കയറി വന്നു. ഇന്ന് ഈ സമയത്ത് നിങ്ങളിരിക്കുന്നിടത്തേക്ക് യേശുവിൻ്റെ അരിയത്തേക്ക് വന്ന് നിങ്ങൾ പറയാതെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വിളിക്കാതെ വരാൻ ആഗ്രഹിക്കുകയാണ്. അല്ല, നിങ്ങൾ വിളിച്ചുകൊള്ളൂ, കർത്താവേ എൻ്റെ നിരാശ കൊണ്ട ജീവിതത്തിലേക്ക്, ഇനി അനാഥമായ ജീവിതത്തിലേക്ക്, എൻ്റെ രോഗഗ്രസ്തമായ ജീവിതത്തിലേക്ക്, ഭാരങ്ങളും ആകുലങ്ങളും പേറി വലഞ്ഞുപോയി ജീവിതത്തിലേക്ക് നാഥ ഉടയവനെ എഴുന്നേൽ വരണമേ എന്ന് നിങ്ങളൊന്ന് പറയുമെങ്കിൽ ഇപ്പോൾ യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കർത്താവ് തനി പൊന്നാക്കി മാറ്റും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിർജ്ജീവമായി നിങ്ങളുടെ ആത്മാവ് സജീവമായി തീരും, ജീവൻ പ്രാപിക്കും. യേശുക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളിലേക്ക് അണമുറിയാതെ ഒഴുകി വരും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾ അത്ഭുതപ്പെടും, എന്തൊരു മാറ്റമാണ് വന്നത്. സ്വഭാവം മാറുന്നു, കോപം മാറുന്നു, വാശി മാറുന്നു, പിണക്കം മാറുന്നു, വഴക്ക് മാറുന്നു, ഇഷ്ടക്കുറവ് മാറുന്നു. അയ്യോ, എന്തൊരു മാറ്റമാണ് വന്നത്. യേശുവേ, നീ ഈ മാറ്റം എനിക്ക് തന്നല്ലോ. നാം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. ഇപ്പോൾ യേശുവിൻ്റെ വാക്ക് പറയൂ, കർത്താവേ നിൻ്റെ വചനം ഞാൻ വിശ്വസിക്കുന്നു. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നു മുതൽ എനിക്ക് അനുഗ്രഹം തരണമേ, നീ എൻ്റെ അനുഗ്രഹത്തിൽ വളർത്തണമേ. യേശുവേ, നിൻ്റെ അനുഗ്രഹത്താൽ എന്നെ നിറയ്ക്കണമേ, നിൻ്റെ സമാധാനത്താൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ പാവജീവിതത്തോട് ഞാൻ യാത്ര പറഞ്ഞു, എല്ലാ തിന്മയെയും വിട്ടുകളയുന്നു. ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ മകനായ മകളായി ജീവിക്കും. നിങ്ങൾ തീരുമാനിക്കുകയും അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്ക് വരികയും നിങ്ങളുടെ ജീവിതം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം, യേശുവിന്റെ കൈകളിലേക്ക് സൂക്ഷിച്ച് നോക്കാം. പുറമെയുള്ള കണ്ണടച്ചുകൊണ്ട് യേശുവിൻ്റെ കൈകളിലേക്ക് നോക്കൂ. നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുന്ന കരങ്ങളിലേക്ക് നോക്കൂ. നിങ്ങൾക്ക് വേണ്ടി ആണിയടിച്ച് തകർക്കപ്പെട്ട കരങ്ങൾ, നിങ്ങൾക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തിയ കരങ്ങൾ, നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ചോര ഒലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കരങ്ങൾ, ആ തൃക്കരങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ. ആ കരങ്ങളിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് കരങ്ങൾ ചെന്ന് വീഴും. ഹല്ലേലൂയ. അപ്പോൾ ആ കണ്ണുനീര് വീഴുമ്പോൾ ആ തൃക്കരം നിങ്ങളുടെ നേരെ ഉയർത്തും, ആ തൃക്കരം നിങ്ങളുടെ തലമേൽ വയ്ക്കും. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ പുതിയ സൃഷ്ടികളായിത്തീരും, പുതിയ അനുഭവം പ്രാപിക്കും, പുതിയ അനുഗ്രഹം പ്രാപിക്കും. അതിനുവേണ്ടി നിങ്ങൾ തന്നെ സമർപ്പിക്കൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും വിശിഷ്ടമായ ഈ സമയത്ത് യാചിക്കേണ്ട സമയം ഇത്. മോചിക്കും നാഴിയെഴുതാൻ ഇത് നമസ്കാരത്തിന് സമയം, ഇത് തന്നെ കരുണാസമയം. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം താഴ്ത്തുകയും യേശുവിനോട് പ്രാർത്ഥിക്കുകയും യേശുവിൻ്റെ കരങ്ങളെ നിങ്ങൾ കൊടുക്കുകയും യേശുവിൻ്റെ കരങ്ങളെ കൊടുത്തുകൊണ്ട് നിങ്ങൾ പറയുകയും, യേശുവേ ഇന്നു മുതൽ നാഥ ഞാൻ നിൻ്റെ വക, എൻ്റെ യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. അങ്ങനെ പറഞ്ഞവർ മാത്രം കരങ്ങൾ ഉയർത്തുകയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്നത്തെ ഈ ശുശ്രൂഷയെ അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. നിൻ്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. രോഗികൾക്ക് സൗഖ്യം നൽകണമേ, മനസ്സിൽ ഭാരപ്പെട്ടു വന്നിരിക്കുന്നവർക്ക് സമാധാനം നൽകണമേ, ആകുലങ്ങളിലും കടത്തിൻ്റെ ഭാരങ്ങളിലുമായി വലയുന്നവർക്ക് ഒരാശ്വാസം നൽകണമേ. എൻ്റെ കരുണയുള്ള കർത്താവേ, പാപത്തിന് ബന്ധനങ്ങളിൽ കുടുങ്ങിപ്പോയവരെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും പാപത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യണമേ. നിത്യ സമാധാനത്തിനായി എല്ലാവരെയും ഒരുക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ ടിവിയിൽ.